മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി നോക്കാം. കണ്ടില്ലേ? നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ തടവി കൊടുക്കാം. ഈ സമയം തന്നെ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇഡ്ഡലി തട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് മാവ് കോരി ഒഴിക്കേണ്ടത്. ഞാനിപ്പോൾ 2 തട്ടും വെച്ചിട്ടുണ്ട്. എല്ലാത്തിലും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് 6 മുതൽ 7 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇഡ്ഡലി പാത്രം തുറന്ന് നോക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ചൂടാറിയതിന്